ഹലോ. ഇന്നല്ലായിരുന്നോ നമ്മുടെ ജനവിധി കുറിക്കുന്ന ദിവസം? നിങ്ങളെല്ലാവരും ജനവിധി കുറിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും വോട്ട് ചെയ്തില്ലേ? ഞാനും ചെയ്തു ഒരു വോട്ട്. ആദ്യമേ തന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ. രാവിലെ ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ എണീക്കാനേ. അപ്പം രാവിലെ എണീച്ചിട്ട് ഒരുവിധ ആൾക്കാരുടെയൊക്കെ സ്റ്റാറ്റസ് വോട്ട് ചെയ്തതിൻ്റെ ആ ഒരു മാർക്കാണേ. അപ്പോൾ ഇൻസ്റ്റഗ്രാം തുറന്നാലും നമ്മുടെ ഈ സിനിമയാന്ന് തോന്നുന്നു, ക്ലാസ്മേറ്റ്സ് അതാന്ന് തോന്നുന്നു കേട്ടോ. അതിൽ പറയും പോലെ ചുമ്മാതെ കളയരുത് അമ്മിണിയെ. ആ അമ്മിണി ഞാനല്ല കേട്ടോ. അപ്പോൾ ആ ഒരു പാട്ടും വെച്ചിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ റീലും ഇട്ടിക്ക്. അപ്പോഴൊക്കെ ഞാൻ നോട്ട് ചെയ്തൊരു സംഭവം എന്ന് വെച്ചാൽ, ഈ മഷി തേക്കുന്നത് വളരെയധികം ചിലരൊക്കെ അങ്ങ് ഒരു വിരലും മുഴുവനായിട്ടങ്ങ് മഷിയാ. പക്ഷെ ആ ഒരു കാര്യത്തിൽ നമ്മുടെ നാട്ടിലുള്ള ആ ചേട്ടനെ, കൺമഷി പറയും പോലെ ആ ചേട്ടനെ കുറച്ച് പരിഗണന എന്നോട് കാണിച്ചതാണോ അല്ല എല്ലാവരോടും കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീനിലാണ്. നിങ്ങൾ വിചാരിക്കും ഇപ്പം ഞാൻ പെന്നോണ്ട് എങ്ങാനും എഴുതിയതാണോ എന്നൊക്കെ വിചാരിക്കും. അതൊന്നുമല്ല, ചെറുതാക്കിയിട്ട് നേരെ നീട്ടിയൊരു വര വരച്ചിട്ടുണ്ട്. ഇതിന് പോകണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 2 മാസം. ഞാൻ കഴിഞ്ഞ വോട്ട് ചെയ്തിട്ടില്ല കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യത്തെ. അപ്പോൾ അതിൻ്റെയൊക്കെ അരുണിൻ്റെയും എൻ്റെ ഫാദറിൻ്റെയൊക്കെ കൈമിൽ ഇപ്പോഴും ഉണ്ട്, അത് പോയിട്ടില്ല. ഇതിന് എപ്പോഴാണാവോ പോവുക. ചിലരുടേത് ഞാൻ കണ്ടിട്ട്, നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തണം കേട്ടോ. അങ്ങോട്ട് വാരി തൂകുകയാണ് ചെയ്യുക. ആ ഒരു കാര്യത്തിൽ ഞാനെന്തോ ലക്കി ഗേളാണെന്ന് പറയാം. അതെന്താ വെച്ചാൽ, ഒന്നാമത് ഞാൻ പോയത് ഏറ്റവും ലാസ്റ്റിക്കത്തെ ഒരു സമയത്തേക്കാട്ടോ. ഇവിടുന്ന് എപ്പോഴാണ് മോനമ്മ പോയത്? 5:30 കണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അപ്പം അന്നപ്പോഴേക്കും ഈ മഷി കുത്തി തീർന്നതാണോന്നും എനിക്കറിയില്ല. ഏതോ നല്ല നീറ്റ് ആൻഡ് ക്ലീനിൽ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ സ്റ്റാറ്റസ് ഇട്ടതും റീൽസ് ചെയ്തതൊക്കെ കണ്ടപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെയാണ് ബെറ്റർ എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു എനിക്ക്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും ലേറ്റായിട്ട് ഞാൻ പോയി വോട്ട് രേഖപ്പെടുത്താൻ കാരണം എന്ന് ചോദിച്ചാൽ, എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്ന എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ലേ, എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് കാര്യം അറിയാം. ഇനി അല്ലാതെ പുതിയ നമ്മളിപ്പം എന്തൊരു കാര്യം പറയുമ്പോഴും നമ്മൾ ആ ഒരു എന്താണോ കാര്യം അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എല്ലാ വീഡിയോസിലും പറയണം. കാര്യം എന്താ വെച്ചാൽ, നമ്മളെ റെഗുലറായിട്ട് വീഡിയോ കാണുന്നവരല്ലാതെ ചിലപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മുടെ വീഡിയോ കാണും. അപ്പോൾ ഇവളെന്താ പറയുന്നത്, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ അവർ അന്താളിച്ച് നിൽക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ കാറ് വർക്ക്ഷോപ്പിലാവാൻ കാരണം എന്താ വെച്ചാൽ, മെയിൻ ഗ്ലാസ് പൊട്ടൽ വന്നിട്ടുണ്ട്. പൊട്ടൽ വന്നിട്ടെന്ന് വെച്ചാൽ ആദ്യം ചെറിയൊരു പൊട്ടായിങ്ങേ, പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർക്കറിയാം, അത് പിന്നെ ഇങ്ങനെ കൂടി വരും. അപ്പം ആ ഒരു പൊട്ടൽ കാരണം വണ്ടി വർക്ക്ഷോപ്പ് കൊടുത്തതാണ്. ഒരു നായി വട്ടം ചാടിയതാ. നായ്ക്കല്ലേ വട്ടം ചാടാൻ പറ്റൂ എന്നൊക്കെ പറയാമല്ലോ. അപ്പം അങ്ങനെയാണ്. എന്നിട്ടേ ഗ്ലാസ് പൊട്ടി. നമ്മൾ ഗ്ലാസ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻഷൂർ ചെയ്യാതെ മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു വിചാരിച്ചത്. പക്ഷേ ബമ്പറിനും പരിക്കുള്ളത് കൊണ്ട് രണ്ടും കൂടി ഇൻഷൂർ ചെയ്യാതെ നമ്മളെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് എന്താക്കി, ഇൻഷൂർ ചെയ്തിട്ട്, ഇൻഷൂറുള്ള വണ്ടിയല്ലേ, അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അതിനാണല്ലോ നമ്മൾ ഇൻഷുറൻസ് അടയ്ക്കുന്നത്. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇൻഷൂർ ക്ലെയിം ചെയ്യാം എന്ന് കരുതി. ക്ലെയിം ചെയ്യുന്ന സമയത്ത് ഒരു 2 ആഴ്ചൻ്റെ അടുത്ത് നമുക്ക് വണ്ടി നമ്മുടെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ കൊടുത്തിട്ട് ഒരാഴ്ചയായി, എല്ലാം അപ്രൂവലായി വന്നു എന്ന് പറഞ്ഞു. മേ ബി ഇനി ലേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല. ചിലപ്പം നാളെ വണ്ടി പണിക്ക് കയറ്റൂല എന്നൊക്കെയാണ് കേൾക്കുന്നത്. അതൊന്നും എനിക്കറിയില്ല. അപ്പം ഫസ്റ്റ് റീസൺ അതാണ്, എനിക്ക് വാഹനമില്ല എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ,
ഇതേപോലെ അറിയാവുന്ന ആൾക്കാർക്കറിയാം, എൻ്റെ കാലിൽ ഒരു നേഴ്സ് ഇഞ്ചക്ഷൻ മാറിക്കുത്തിയിട്ടുണ്ട്. ആ ഹോസ്പിറ്റലിൻ്റെ പേരോ കാര്യങ്ങളോ ഇതുവരെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ കാലിൻ്റെ അവസ്ഥ കുറച്ച് മോശമായ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാലിനെ ഞാൻ നിങ്ങളെ കറക്റ്റ് കാണിച്ചിട്ടില്ല, കാണിച്ചു തരാം. അപ്പം കുറച്ച് മോശമായിട്ടുള്ള രീതിയിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാരണം, ഈ 2 കാരണങ്ങൾ കൊണ്ട് ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചതാണ്. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, എവിടെയും 3 പാർട്ടിയാണ് നമ്മളിപ്പം ഫോക്കസ് ചെയ്ത് പിടിക്കുക. LDF ആണെങ്കിലും UDF ആണെങ്കിലും BJP ആണെങ്കിലും ഒക്കെ നമുക്കൊരു ബ്രാൻഡ് നെയിം എന്ന് പറയും പോലെ നമുക്കെപ്പോഴും ഓർത്തിരിക്കുന്ന പേരുകളാണ്. അപ്പം നമ്മുടെ ഒരു സ്ഥാനാർത്ഥി, നമുക്കൊക്കെ പേഴ്സണലായിട്ട് എല്ലാവർക്കും പേഴ്സണലായിട്ട് ഒരു പാർട്ടിയും അതിനൊരു സ്ഥാനാർത്ഥിയും, നമുക്ക് എങ്ങനെ ആരെന്ത് പറഞ്ഞാലും നമുക്ക് വ്യക്തിപരമായിട്ടുള്ള പാർട്ടിയും അതിൻ്റെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ആൾക്കാരല്ലേ. പക്ഷേ ഒരു സ്ഥാനാർത്ഥി നിൽക്കുകയാണെങ്കിൽ ആ സ്ഥാനാർത്ഥി ജയിക്കണമെന്നുള്ളത് അവരുടെ കൂടെ നിൽക്കുന്ന അനുയായികളും കൂടി വിചാരിക്കണം. എന്നാൽ മാത്രമേ ആ സ്ഥാനാർത്ഥിക്ക് വിജയം ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നൊരു സംഭവമാണ്. ഇതിവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ, അറിയാമല്ലോ, എല്ലായിടത്തും എത്ര ആൾക്കാർ ഓപ്പണായിട്ടും ഇതേപോലെ LDF ആയിട്ടും UDF ആയിട്ടും BJP ആയിട്ടൊക്കെ ഓരോരുത്തർ മത്സരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരു വ്യക്തി, എന്നെ അങ്ങനെ ഇവർ ഈ ഇലക്ഷൻ്റെ സമയത്ത് വോട്ട് ചെയ്യാൻ പോകുന്നൊന്നും ഇവരാരും കാണാറില്ല. കാരണം ഞാൻ പോവാറും കുറവാണ്. ഞാൻ പറഞ്ഞില്ല, ഈ കഴിഞ്ഞ ഇലക്ഷനിൽ പോലും ഞാൻ പോയിട്ടില്ല. പക്ഷേ ഓരോ പൗരൻ്റെയും അവകാശമാണ് ഈ വോട്ട് എന്നുള്ളതും എനിക്കറിയാം. അന്ന് എനിക്ക് എന്തോ ഒരു വിഷയം ഉണ്ടായിട്ടാണ് ഞാൻ പോവാതിരുന്നത്. ഇന്നത്തെ അവസ്ഥ ഞാൻ പറഞ്ഞില്ല, എൻ്റെ കാല് വയ്യ. കാല് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് അതിന് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ട് നടക്കാനും കൂടി ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. പോരാത്തതിന് എൻ്റെ കയ്യിൽ വാഹനവുമില്ല. അപ്പം ഞാൻ കരുതി വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ നാട്ടിലുള്ള എല്ലാ പാർട്ടിക്കാരെയും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അവിടെ ബൂത്തിൽ അറിയാം ആരൊക്കെ വന്നു, ആരൊക്കെ പോയി, ആരൊക്കെ ഇനി ചെയ്യാനുണ്ട് എന്നുള്ളതൊക്കെ അവിടെ അറിയാൻ പറ്റും ഇല്ലേ. ആ നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അതൊക്കെ അറിയാൻ പറ്റും. പക്ഷേ ചിലയൊക്കെ നമ്മളെയൊക്കെ സംരക്ഷിക്കുമെന്നൊക്കെ, നമ്മളെന്ന് പറയാൻ പറ്റില്ല, എനിക്കൊക്കെ എന്തെങ്കിലും ഒരു വിഷയമൊക്കെ ഉണ്ടായാൽ മുൻനിരയിൽ നിൽക്കുമെന്ന് വിചാരിച്ച കുറേ പാർട്ടിയും പാർട്ടി പ്രവർത്തകരും ഉണ്ട്. ആ പാർട്ടി ഏതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ചക്ക പൊളിച്ചാൽ എന്ത് കാണും എന്നുള്ളതൊന്നും ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ നിങ്ങൾക്കറിയാൻ. ചക്ക പൊളിച്ചാൽ എന്താണ് കാണുക എന്നുള്ളത്. അപ്പം അങ്ങനത്തെ അവരുടെയൊക്കെ ഏരിയ സെക്രട്ടറിയുടെ കയ്യിലടക്കം എൻ്റെ നമ്പർ ഉള്ളതാണ്. അപ്പം നമ്മുടെ വോട്ട് ചെയ്യാൻ ചെല്ലുന്നതും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ വോട്ട് ചെയ്യാൻ എല്ലായിടത്തും ഉള്ളതാട്ടോ. വോട്ട് ചെയ്യാൻ വാഹനങ്ങളൊക്കെ ഉണ്ട്, ആരൊക്കെ ചെയ്യാത്തതുണ്ട്. ആ ഒരു ഫെസിലിറ്റീസൊക്കെ ഇവർ നമുക്ക് തരും, പ്രൊവൈഡ് ചെയ്യും. കാരണം ഈ പറഞ്ഞതുപോലെ എല്ലാവരുടെ കയ്യിലും വണ്ടി ഉണ്ടാവണമെന്നില്ല. ഇതേപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നെ കോണ്ടാക്ട് ചെയ്തത് എൻ്റെ ഭർത്താവ് ഏത് പാർട്ടിക്കാരനാണോ ആ പാർട്ടിയിലുള്ള ആൾക്കാരാണ്. അതേ സമയത്ത് വേറെ പാർട്ടിക്കാരായിരുന്നു, ജസ്റ്റ് നിനക്ക് പോരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഞങ്ങൾ വാഹനം അയച്ചു തരണോ എന്ന് ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരുടെ പാർട്ടിയുടെ കൂടെ തന്നെ നിൽക്കുമായിരുന്നു. വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്, ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും തീരുമാനിക്കാവുന്ന ഒരു സംഭവമാണ് വോട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇവർ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത് ഞാനിപ്പോഴല്ല, ഇത് 2 ദിവസം മുമ്പ് പറയേണ്ട കാര്യം. പക്ഷേ എനിക്ക് ഇന്ന് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഇവർ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പ് നമുക്കൂടി വേണ്ടേ? ആ ഒരു അവസാന ഘട്ടത്തിൽ എങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടിക്ക് നമുക്ക് കാണിച്ചു തരാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്ന് വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. എന്നെ ഒരുവിധ ആൾക്കാരൊക്കെ എൻ്റെ നാട്ടിലുള്ളത് അറിയുന്നതാണ്. സലീമിൻ്റെ ഭാര്യ എന്നുള്ളതിനെക്കാട്ടിലും ഉപരി ഇപ്പം ഞാനൊരു ചിത്രകാരിയായിരുന്നു.
ഫെയിം ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനത്തെ രീതിയിൽ എന്നെ എല്ലാവർക്കും അറിയാം. പണ്ടൊക്കെ സലീമിൻ്റെ ഭാര്യയായിട്ട് മാത്രമായിരുന്നു എന്നെ അറിയപ്പെടുന്നത്. അപ്പോൾ അവരൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ നിൽക്കുന്നതാണ്. എന്നാൽ ഇന്ന വ്യക്തി വന്നിട്ടില്ലല്ലോ എന്നുള്ളതും അവർക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ ഒരു പാർട്ടിയിലുള്ള ആൾക്കാർ മാത്രം എന്നോട് വിളിച്ചു ചോദിച്ചു എന്തുകൊണ്ട് വോട്ട് ചെയ്യാൻ പോയില്ല. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ വണ്ടിയില്ല, എൻ്റെ കാലിന് വയ്യാത്തതാണ്. അപ്പോൾ പറഞ്ഞു വണ്ടി ഞങ്ങൾ അയക്കാം. അപ്പോഴും വേറൊരു കാര്യം എടുത്തു വെച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പറഞ്ഞിട്ടുണ്ടെന്നല്ല, അവർ പറയാത്തൊരു കാര്യമുണ്ട്, എടുത്തു വെച്ച് പറയാത്തൊരു കാര്യമുണ്ട്. താങ്കൾക്ക് അല്ലെ നമ്മളിപ്പം ഒരാൾ നമുക്ക് ഇത്രയൊക്കെ നിങ്ങൾ വരൂ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വണ്ടി അയച്ചു തരാം എന്ന് പറയുമ്പം ആ ആൾ തീർച്ചയായിട്ടും പറയണ്ടേ ഞങ്ങളുടെ പാർട്ടിക്കിട്ട് തന്നെ വോട്ട് കൊടുക്കണേ എന്ന്. എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. നിനക്ക് വോട്ട് ചെയ്യണ്ടേ, അതൊരു മനുഷ്യൻ്റെ ഒരു പൗരൻ്റെ അവകാശമല്ലേ, അത് ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെയാ അവസ്ഥ, ഞങ്ങൾ വണ്ടി വിടാം, നീ വന്ന് വോട്ട് ചെയ്തിട്ട് പോട്. അപ്പോഴും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യണേന്ന്. അതാണ് യഥാർത്ഥ പാർട്ടിക്കാർ. ആ പാർട്ടി ഏതോ എന്തോ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ എനിക്ക് എടുത്തു വെച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും എനിക്ക് എന്തൊരു വിഷയം വരുന്ന സമയത്തും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടി ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് ചക്ക പൊളിച്ചാൽ നിങ്ങൾ എന്താണോ കാണുന്നത് ആ പാർട്ടി എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ആ പാർട്ടിയിലുള്ള ഏരിയ സെക്രട്ടറിയുടെ നമ്പർ ആ ഏരിയ സെക്രട്ടറിയുടെ കയ്യിൽ പോലും എൻ്റെ നമ്പറുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പറും സേവാണ്, അദ്ദേഹം എൻ്റെ നമ്പറും സേവാണ്. ഇനി അൺനോൺ നമ്പർ ഞാൻ വിളിച്ചിട്ട് എടുക്കാതെ പോയതാണ് എന്നൊന്നും പറയാനില്ല. പക്ഷെ അവരാരും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. നിങ്ങളുടെ അവകാശമല്ലേ, നിങ്ങൾക്ക് വോട്ട് ചെയ്യണ്ടേ എന്ന് പോലും ചോദിച്ചിട്ടില്ല. അവിടെയാണ് ഞാനിപ്പം ഏത് പാർട്ടിക്കാരാണ് എന്നെ വിളിച്ചതെന്നോ അല്ലെ ഏത് പാർട്ടിക്കാണ് ഞാൻ വോട്ട് ചെയ്തത് എന്നോ ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ വോട്ട് ചെയ്ത പാർട്ടി തന്നെ ഇവിടെ ജയിച്ച് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാരെ കണ്ടു, എന്നെ അവർ കണ്ടില്ല. ആ കാണാത്തത് കൊണ്ട് അവർ വിളിച്ചന്വേഷിച്ചു, എന്തുകൊണ്ട് വന്നില്ല, വരാത്തതിൻ്റെ കാരണം ഞാൻ ബോധിപ്പിച്ചു, അതിനുള്ള പരിഹാരവും അവർ കണ്ടെത്തി തന്നു. അതാണ് യഥാർത്ഥത്തിൽ എന്തെന്നറിയോ ജനങ്ങൾക്ക് ജനസേവനം എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് വേണ്ട സേവനം നടത്തുക, അതാണ് യഥാർത്ഥ ഒരു പാർട്ടി പ്രവർത്തകൻ്റെ ഉത്തരവാദിത്തം എന്നുള്ളത്. അത് ജാതിയോ മതമോ ഒന്നും നോക്കാതെ, പാർട്ടിയോ നോക്കാതെ. അന്നപ്പോൾ അവർ പറഞ്ഞിട്ടില്ല കേട്ടോ അവർ പാർട്ടിയിലും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളെന്ന് പറയാം നിന്നെ കൊണ്ടുവരുന്നത് ഞങ്ങളാട്ടോ, ഞങ്ങളുടെ പാർട്ടിക്കിട്ട് തന്നെ വോട്ട് ചെയ്യണേ എന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. നീ വന്ന് വോട്ട് ചെയ്തിട്ട് അതേ വണ്ടി തന്നെ തിരിച്ചു പോട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇനിയിപ്പോൾ ചിന്തിക്കില്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. അപ്പം ഞാൻ മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ വോട്ട് ചെയ്ത ആൾ തന്നെ ജയിക്കണം എന്നുള്ളത്. ഇത്രയും ക്വാളിറ്റി, അതും ഇത്രയും വൈകിയ നിമിഷത്തിലാണെങ്കിലും നിങ്ങളൊക്കെ ഇപ്പോൾ പറയും വോട്ട് അത് അത്രയും വാല്യൂ ആണ് അവർക്ക് എന്ന്. അവർക്കങ്ങനെ വാല്യൂ ആണെങ്കിൽ അവർ പറയായിരുന്നു ഇന്ന ആൾക്ക് തന്നെ നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന്. എന്നോട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. എന്നോട് ഇത്രേ ചോദിച്ചിട്ടുള്ളൂ, നീ എന്തുകൊണ്ട് വോട്ട് ചെയ്യാൻ വന്നില്ല? വണ്ടിയില്ല, കാല് വയ്യ, വണ്ടി കിട്ടിയാൽ നീ വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരും. വണ്ടി അയച്ചു തന്നു. വോട്ട് അവിടെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. എന്നാലിതേ ഇത്രയിലാണ്, അതാട്ടോ ഇതാട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. പോയിട്ട് എന്നോടൊന്ന് വേഗം പോയിട്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തു. ഞാൻ ആർക്ക് ചെയ്തു അല്ലെ നമ്മുടെ പാർട്ടി വരുമോ എന്നൊന്നുമില്ല. അവിടെയാണ് നമ്മൾ അവരുടെ ക്വാളിറ്റി മനസ്സിലാക്കേണ്ടത്. അത് ഇന്ന പാർട്ടിക്ക് ചെയ്താലും ഇല്ലെങ്കിലും ആ കുട്ടിയുടെ ഒരു അവകാശം ആ കുട്ടി ചെയ്യണം എന്നുള്ള മാത്രം അവർ കണക്കാക്കിയിട്ടുണ്ടേ ആ പാർട്ടി തന്നെ മുമ്പോട്ട് വരും. 101% ഉറപ്പ്. അതാണ്. അപ്പോൾ ഈ ഒരു അനുഭവം നിങ്ങളോട് പറയാണ്. പിന്നെ മഷിയുടെ കാര്യം, എൻ്റെ കാര്യത്തിൽ കുറച്ചൊന്ന് മയം കാണിച്ചു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചിലരുടേത് കാണുമ്പോൾ
എൻ്റെ കർത്താവേ, സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയല്ല. അപ്പം അങ്ങനെയാണ്. അപ്പം എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.